എല്ലാവർക്കും നല്ല നമസ്കാരം. ഇന്നിപ്പോൾ നിൽക്കുന്നത് പാമ്പുകളോടൊപ്പമാണ്. അതായത് മനുഷ്യരോടൊപ്പമുള്ള ജീവിതത്തെ പോലെ തന്നെയാണ് പാമ്പുകളോടൊത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പുകളോടൊത്ത് കെട്ടിപ്പിടിച്ച് ജീവിക്കാമെന്നല്ല. ഇപ്പോൾ ഒരു പാമ്പിനെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ നിലയിൽ ഒരു വീടിൻ്റെ അകത്ത് അല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റുപുറങ്ങളൊക്കെ ഒരു മൂർക്കം പാമ്പ് പത്തി വിടർത്തി നിൽക്കണ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടമ്മമാരും നമ്മൾ ഗൃഹനാഥന്മാരൊക്കെ പേടിക്കും. ഉടനെ തന്നെ അതിനെ തല്ലിക്കൊന്ന് ആകെ പ്രശ്നമാവുന്നു. അതും ശരിക്കും പറഞ്ഞാൽ പാമ്പുകളും ഈ ഭൂമിയുടെ അവകാശികളാണ്. ബഷീറിൻ്റെ കൃതിയിൽ പറയുന്ന പോലെ തന്നെ ഭൂമിയുടെ അവകാശികളൊക്കെ തന്നെയാണ് പാമ്പുകൾ. അപ്പോൾ ഈ പാമ്പുകൾ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൽ റെസ്ക്യൂ ഏർപ്പെടുക? നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് ചാലക്കുടിയിൽ ഏകദേശം 18 പഞ്ചായത്തുകളിൽ വരുന്ന പ്രത്യേക അപേക്ഷ കൊടുത്ത് റെസ്ക്യൂവിന് വേണ്ടി പ്രത്യേക അപേക്ഷ കൊടുത്തിട്ടുള്ള 59ഓളം പേർക്കാണ് ഇവിടെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ ഈ പിറകിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സ്ത്രീകളടക്കമുള്ള ആളുകൾ വന്നിട്ടുണ്ട്. MLA സനീഷ് കുമാർ ജോസഫ് അടക്കം എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ പാമ്പിനെ നല്ല പത്തി വിടർത്തി റെഡിയായിട്ട് നിൽക്കുന്ന നല്ല കരിമൂർക്കൻ തൊട്ട് നല്ല കിടിലൻ സാധനങ്ങൾ വരെ ഉണ്ട്. അണലിച്ചേട്ടന്മാരുണ്ട്, വേന്ദ്രൻ ചേട്ടന്മാരുണ്ട്. നമുക്ക് ഈ സംഭവങ്ങളൊക്കെ തന്നെ ഇതെങ്ങനെയാണ് നമ്മുടെ ഈ 18 പഞ്ചായത്തുകളിൽ നിന്ന് വന്ന ആളുകളിത് പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് അവർക്ക് ഈ ധൈര്യം കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് നേരിട്ട് കാണാം. നമ്മളുടെ സ്നേക്ക് റെസ്ക്യൂവർമാർ ട്രെയിൻഡ് സർട്ടിഫൈഡ് റെസ്ക്യൂവർമാറിന് നമ്മുടെ സംസ്ഥാനത്തിൽ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെയുണ്ട്. അപ്പോൾ സർട്ടിഫൈഡ് റെസ്ക്യൂവർ മാത്രമേ നമുക്ക് സ്നേക്കെ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുറേ നമ്മുടെ ഡിവിഷനിൽ നോക്കുമ്പോൾ, ചാലക്കുടി ഡിവിഷനിൽ നോക്കുമ്പോൾ ടോട്ടൽ 32 പഞ്ചായത്തും മുനിസിപ്പാലിറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഇടത്തിലെയും നമ്മളോട് വനവകുപ്പ് അവിടെ എത്തിച്ചിട്ട് നമ്മളവിടെ പാമ്പ് പിടിക്കും പറ്റില്ലാതെ ഒരു സമയം ഉണ്ടാകും. അപ്പോൾ ആ സമയത്തിൽ നമുക്ക് എന്താ ആവശ്യമെങ്കിൽ നമുക്ക് ബന്ധപ്പെട്ട ഒരു പഞ്ചായത്ത് ലെവൽ യാതൊരു അറ്റ്ലീസ്റ്റ് നമുക്ക് വന്നിട്ട് സർട്ടിഫിക്കറ്റ് റെസ്ക്യൂർമാർ ഉണ്ടാകണമെന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇന്ന് ചെയ്തു തരാം. ഇന്ന് പ്രധാനത്തിൽ എന്തെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ലെവൽ നോഡൽ ഓഫീസർ ശ്രീ അൻവർ ACF അവർ വന്നിട്ടുണ്ട്. പിന്നെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജോജോ വന്നിട്ടുണ്ട്. നമ്മളുടെ ഡിവിഷൻ തലത്തിലുള്ള റെസ്ക്യൂവർമാരുണ്ട്. ഇവരെ കൊണ്ട് നമുക്കിവിടെ ടോട്ടലി ഇന്ന് 59 താല്പര്യപ്പെട്ട റെസ്ക്യൂവർമാരായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു സാർ. അപ്പോൾ പിന്നെ ഈവനിങ്ങിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ടുണ്ടാകും. അപ്പോൾ ആരെല്ലാം തീർച്ചയായും പറ്റിയിട്ടുണ്ടോ അവർക്കെല്ലാം നമ്മൾ സർട്ടിഫൈഡ് റെസ്ക്യൂർമാരായിട്ട് കൊടുത്തിട്ട് അവർ ഇനി റെസ്ക്യൂ ചെയ്യാൻ പറ്റും. കോബ്രയും അണലി, മൂർക്കം പാമ്പ് അണലിയും വെച്ചിട്ടാണ് സാർ പ്രാക്ടിക്കൽസ് ചെയ്യുന്നത്. പിന്നെ ചേരയുണ്ട്. പല ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ നമ്മൾ ബേസിക്കലി പാമ്പിൻ്റെ ഒരു ബേസിക് ബിഹേവിയർ വെച്ചിട്ട് നമ്മളൊരു കഷ്ണം PVC പൈപ്പും ഒരു ഇരുണ്ട കളറിലുള്ള ഒരു തുണി കൊണ്ടുള്ള ബാഗും ഉപയോഗിച്ച് പാമ്പിനെ അതിൻ്റെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചിട്ട് അതിനെ ആ ബാഗിനകത്തേക്ക് ആക്കുന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. പൈപ്പ് ആൻഡ് ബാഗ് മെത്തേഡ് എന്നാണ് അതിന് പറയുക. അപ്പോൾ അതാണ് ബേസിക് ട്രെയിനിങ് എന്ന് പറയുന്നത്. പിന്നെ അവർ എക്സ്പീരിയൻസ് ആവുന്നതനുസരിച്ച് പല സിറ്റുവേഷൻസിൽ ഹാൻഡിൽ ചെയ്ത് എക്സ്പെർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഇപ്പോൾ ട്രെയിനിങ് കം ഇവാലുവേഷനാണ്. ആദ്യം ഡെമോ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്നവർക്കാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അശാസ്ത്രീയമായ സർപ്പബന്ധനം മൂലം പാമ്പ് പിടുത്തക്കാരടക്കം നിരവധി പേരുടെ ജീവൻ നഷ്ടമായ വാർത്തകൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നാം കാണാറുള്ളതാണ്. അടുത്തിടെ വലിയ പാമ്പ് പിടുത്തക്കാർ പോലും പാമ്പുകടിയേറ്റ് അത്യാസന്ന നിലയിൽ ദിവസങ്ങളോളം ആശുപത്രിയിൽ ചെലവിട്ടതു മുതൽ അശാസ്ത്രീയമായ സർപ്പബന്ധനം എത്രമാത്രം അപകടകരമാണെന്നുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി. പാമ്പുകളെ കുറ്റകൃത്യങ്ങൾക്കും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നതും അശാസ്ത്രീയ പാമ്പുപിടുത്തം പാമ്പുകളുടെയും പാമ്പ് പിടിക്കുന്നവരുടെയും പൊതുജനങ്ങളുടെയും ജീവന് ഭീഷണിയാകുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 2020 ഓഗസ്റ്റിലാണ് സർക്കാർ പാമ്പുപിടുത്തത്തിന് മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയത്. പാമ്പുകളെ ശാസ്ത്രീയമായി പിടികൂടി അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് വിട്ടയക്കുന്നത് ലക്ഷ്യമാക്കി ഒരു സംസ്ഥാനം മാർഗരേഖ തയ്യാറാക്കുന്നതും സന്നദ്ധ പ്രവർത്തകർക്ക് പരിശീലനം നൽകുന്നതും രാജ്യത്ത് ആദ്യമാണ്. വനപാലകർക്കും പൊതുജനങ്ങൾക്കും ശാസ്ത്രീയമായ പാമ്പുപിടുത്തത്തിൽ വനം വകുപ്പ് പരിശീലനം നൽകി വരുന്നുണ്ട്. ഇതിനോടകം പരിശീലനം ലഭിച്ച നിരവധി പേർക്ക് വനം വകുപ്പ് സർട്ടിഫിക്കറ്റുകൾ നൽകിക്കഴിഞ്ഞു. ഇതിൽ നിരവധി പേർ വനിതകളാണ്. ഇത്തരത്തിൽ വനം വകുപ്പിൻ്റെ അംഗീകൃത സർട്ടിഫിക്കറ്റില്ലാതെ പാമ്പുപിടുത്തത്തിൽ ഏർപ്പെടുന്നത് അപകടകരവും കുറ്റകരവും ശിക്ഷാർഹവുമാണ്. ഈ വസ്തുതകൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ ചാലക്കുടി വനം ഡിവിഷൻ്റെ ആഭിമുഖ്യത്തിൽ ശാസ്ത്രീയ പാമ്പുപിടുത്ത പരിശീലന ക്യാമ്പ് വനം ഡിവിഷൻ കോൺഫറൻസ് ഹാളിൽ നടന്നു. ചാലക്കുടി നഗരസഭ ഉൾപ്പെടെ 18 പഞ്ചായത്തുകളിൽ പരിശീലനത്തിനായി അപേക്ഷ നൽകിയ 59 പേരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. കാലത്ത് 9 മുതൽ വൈകിട്ട് വരെ നടന്ന ക്യാമ്പിൽ കാലത്തെ സെക്ഷൻ പാമ്പുപിടുത്ത പരിശീലനത്തിൻ്റെ തിയറിക്കൽ ക്ലാസും ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടിക്കൽ സെക്ഷനും നടന്നു. ചാലക്കുടി വനം ഡിവിഷൻ DFO വെങ്കടേശ്വരൻ IFS, സ്റ്റേറ്റ് ലെവൽ നോഡൽ ഓഫീസർ അൻവർ ACF,
ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജോജു, ഡിസ്ട്രിക്ട് ലെവലിലുള്ള റെസ്ക്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. MLA സനീഷ് കുമാർ ജോസഫ്, കൗൺസിലർ ഷിബു വാലപ്പൻ എന്നിവർ പരിശീലന ക്യാമ്പ് സന്ദർശിച്ച് ഉദ്യോഗസ്ഥരോടും പരിശീലനാർത്ഥികളോടും വിശദവിവരങ്ങൾ സംസാരിച്ച് ക്യാമ്പ് വിലയിരുത്തി. ക്യാമ്പിൽ വിദഗ്ധ പരിശീലനം ലഭിച്ചവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ശാസ്ത്രീയമായ പാമ്പുപിടുത്ത പരിശീലന ക്യാമ്പിൽ സ്ത്രീകളും പങ്കെടുത്തിരുന്നു. നന്ദിപുലത്ത് നിന്നുള്ള ദമ്പതികൾ പരിശീലന ക്യാമ്പിൽ എത്തിച്ചേർന്നത് കൗതുകമായി. ഭർത്താവിൻ്റെ സ്നേക്ക് റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടയായാണ് ഭാര്യയും പരിശീലന ക്യാമ്പിൽ എത്തിച്ചേർന്നത്. പാമ്പിനെ പരമാവധി കൈകൊണ്ട് തൊടാതെ പിടിക്കുന്നതിനുള്ള സ്നേക്ക് സ്റ്റിക്ക്, പലതരം നിയന്ത്രണോപകരണങ്ങൾ, തുണിസഞ്ചി, പാമ്പുകോരി, പാമ്പിൻ കുരുക്ക്, പാമ്പ് പിടി എന്നിവ ഉപയോഗിച്ചാണ് റെസ്ക്യൂ പേഴ്സൺസ് പരിശീലനാർത്ഥികൾക്ക് പരിശീലനം നൽകിയത്. പത്തി വിടർത്തി നിൽക്കുന്ന മൂർഖൻ, ഉഗ്രവിഷമുള്ള അണലി, പാവത്താനായ ചേര തുടങ്ങിയ പാമ്പുകളെയാണ് പരിശീലനത്തിനായി ഉപയോഗിച്ചത്. പാമ്പിനെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ നിയന്ത്രണവും സ്വാധീനവും ഏറ്റവും കുറച്ച് മാത്രം പ്രയോഗിച്ച് പൂർത്തിയാക്കാവുന്ന ഒരു പ്രക്രിയയാണ് സ്നേക്ക് റെസ്ക്യൂ. പാമ്പിൻ്റെ സ്വാഭാവിക തുടർജീവനം ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്നു. ഒരു വന്യജീവിയായ പാമ്പിനെ അതിൻ്റെ സവിശേഷ വന്യതയും സ്വഭാവവും മാനിച്ച് എങ്ങനെ കരുതലോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൃത്യമായി പരിശീലനാർത്ഥികൾക്ക് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ക്യാമ്പ്. ക്യാമ്പിൽ പങ്കെടുത്ത പലർക്കും പരിശീലന ക്യാമ്പ് ജീവിതത്തിലെ വേറിട്ട അനുഭവമായിരുന്നു എന്ന് വിലയിരുത്തി. പാമ്പിനോടുള്ള അതിര് കവിഞ്ഞ ഭയമോ പാമ്പ് പിടുത്തക്കാരോടുള്ള ആരാധനയോ അല്ല, പാമ്പിനോട് അകലം പാലിച്ച് അവയെ മാനിച്ചുകൊണ്ടുള്ള സഹവർത്തിത്വത്തിലേക്ക് നയിക്കാൻ പൊതുജനങ്ങൾക്ക് ഇത്തരം ക്യാമ്പുകൾ ഉപകരിക്കപ്പെടട്ടെ. എനിക്കിതൊരു നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് തോന്നി. കാരണം പാമ്പിനെ പലർക്കും പേടിയാണ്. ആ പേടി മാറ്റാനായിട്ട് ഉള്ള ഒരു ട്രെയിനിങ്ങാണ് ഇതിപ്പോൾ കിട്ടിയത്. നല്ല രീതിയിൽ തന്നെ ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ നമുക്ക് ഗൈഡൻസ് തന്നു. പാമ്പുകളെ കൊണ്ടുവന്ന ആ പാമ്പിനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനായിട്ട് കുറേ പ്രാവശ്യം ബുദ്ധിമുട്ടില്ല. അപ്പോൾ ശരിക്കും പേടി തോന്നി? ഇല്ല, അങ്ങനെ പേടിയൊന്നും തോന്നിയില്ല. പിന്നെ ഇത് നമുക്ക് ഒരു ആവശ്യഘട്ടങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഉപകാരപ്പെടുത്താൻ നമ്മളെക്കൊണ്ട് സാധിക്കും എന്ന വിശ്വാസത്തിലാണ് ഞാൻ വന്നത്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ അതിനെ ആൾക്കാർക്ക് പേടിയായിട്ട് ഭയം കൊണ്ട് മറ്റുള്ളവരെ 4 പേരെ വിളിച്ചു കൂട്ടി അതിനെ തല്ലിക്കൊല്ലുക. അപ്പോൾ അതിൽ നിന്ന് ആ പാമ്പുകൾക്കൊരു സുരക്ഷ വേണം. അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അത് നല്ല രീതിയിൽ തന്നെ ആ ട്രെയിനിങ് കിട്ടി. ചാലക്കുടി ഡിവിഷനിൽ നമുക്കറിയാം, ഈ പാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ, പാമ്പ് പിടുത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നിയോജകമണ്ഡലത്തിലുണ്ട്. പലപ്പോഴും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സമയത്തിന് അവിടെ എത്തിച്ചേരുന്നില്ല എന്നുള്ള പരാതികളൊക്കെ പല സമയത്തും നമുക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഇന്നൊരു ദിവസം 18 പഞ്ചായത്തുകളിൽ നിന്ന് ഉള്ള ആളുകൾക്കാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഒരു നല്ല പരിപാടിയാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ നിരന്തരമായി നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാനായിട്ട് കൂടുതൽ ഫോറസ്റ്റ് ഒരു പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടാനായിട്ടുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നതിൽ എല്ലാവിധ അഭിനന്ദനവും ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസാണ്. ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ട്രെയിനിങ് കൊടുത്ത് കൃത്യമായ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊടുത്ത്
അവരെ ഇതിന് പ്രാപ്തരാക്കുന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. ലൈസൻസ് കിട്ടുന്നതിനേക്കാൾ മുന്നേ നമ്മളൊരു 10 വർഷത്തോളം മേലായിട്ട് ഈ റെസ്ക്യൂ ടീമിൽ ഉണ്ട്. ലൈസൻസ് കിട്ടിയത്. പിന്നെ ലൈസൻസ് ആൾക്കും ഇതിനോട് ഭയങ്കര താല്പര്യമുള്ള കാരണം തന്നെ ആളെ ഇതിനൊരു കൊണ്ടുവന്നത്. ആൾക്ക് ഇതിനോട് താല്പര്യമുള്ള ആളാണ്. അതങ്ങനെ ഒരു താല്പര്യം, പ്രത്യേകിച്ച് ഈ പാമ്പുകളുടെ ഒരു റെസ്ക്യൂ എന്ന് പറയുമ്പോൾ പേടി തോന്നില്ലേ? സ്ത്രീകളധികം ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ലല്ലോ. പിന്നെ നമ്മളിങ്ങനെ പോയി ആളുടെ കൂടെ റെസ്ക്യൂവിനൊക്കെ പോകും, കണ്ടിഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ എനിക്ക് തോന്നി. ആളുടെ കൂടെ പോകാറുണ്ട് റെസ്ക്യൂവിനൊക്കെ പോകുമ്പോൾ. അങ്ങനെ പോയി കണ്ടിഷ്ടപ്പെട്ടിട്ട് എത്ര നാളിങ്ങനെ ആളുടെ കൂടെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പോകാൻ പറ്റുന്ന ടൈമിലൊക്കെ, രാത്രി ആയാലും പകലായാലും എന്നെ കൊണ്ട് പോകാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ചേട്ടൻ്റെ ഈ റെസ്ക്യൂ ടൈമിൽ ഏറ്റവും ഓർക്കുന്നൊരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? അതായത് വളരെ വളരെ ശ്രമകരമായിട്ടുള്ളൊരു ഇടപെടൽ. അത് രാജഗോപാലിൻ്റെ കേസാണ്. നമ്മൾ രാജഗോപാല 13 അടി രാജഗോപാലം ചിമ്മിനി പുതുക്കാട് രാജഗോപാലം എത്ര നേരം പിടിച്ചിട്ടുണ്ട്? ഒരെണ്ണം പിടിച്ചിട്ടുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 10,000-ഓളം പാമ്പിനെ നമ്മൾ റെസ്ക്യൂ ചെയ്തു. പിന്നെ ഒരു പുരസ്കാരം സുഗതകുമാരി പുരസ്കാരം ഈ വർഷത്തെ എനിക്കായിരുന്നു. പിന്നെ 2 അവാർഡ് പാമ്പ് വേല ട്രസ്റ്റിൻ്റെ 21 22 അവാർഡ് എനിക്കായിരുന്നു. അപ്പോൾ ഇത് മറ്റുള്ള ആളുകൾക്ക് അങ്ങനെ ചേട്ടൻ എന്തെങ്കിലും റെസ്ക്യൂ അങ്ങനെ അത് കൊടുക്കുന്നു? തീർച്ചയായും എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്ക്യൂ എന്ന് വെച്ചാൽ നമ്മൾ ഇത് മാത്രമല്ല, നമ്മൾ എൻഎൽ റെസ്ക്യൂ ആണ്. മരപ്പെട്ടി, ഉടുമ്പ്, അങ്ങനെ എല്ലാവിധ റെസ്ക്യൂവിൻ്റെ കേസിനും നമ്മൾ വിളിച്ച് ഞാനൊരു 3 കൊല്ലത്തോളം പാലപ്പള്ളി റേഞ്ച് ഓഫീസിൽ സ്നേക്ക് വാച്ചറായി വർക്ക് ചെയ്യായിരുന്നു. അതിനിടയ്ക്ക് എന്ത് കേസുണ്ടെങ്കിലും നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പോയി റെസ്ക്യൂ ചെയ്യുന്നതാണ്.